ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളൊക്കെ തുറക്കാനായി. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പൗച്ച് എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് തയ്യൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പൗച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു പൗച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങാടിയിലൊക്കെ പോയിട്ട് വെറുതെ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കയ്യിൽ ഇതുപോലുള്ള വെട്ട് കഷ്ണങ്ങളോ നല്ല കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പൗച്ച് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സ്കൂൾ തുറക്കേണ്ട സീസണാണല്ലോ. അപ്പോൾ നമുക്കൊരു വരുമാന മാർഗ്ഗമാക്കിയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ലക്ഷക്കണക്കിന് നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ നമ്മൾ കയ്യിലൊരു തയ്യൽ മെഷീൻ ഉണ്ടായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ കൊറോണ സമയത്തൊക്കെ മാസ്ക് ഉണ്ടാക്കിയിട്ടൊക്കെ കുറേ പേര് അതിലൂടെ വരുമാനം കണ്ടെത്തിയവരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്കൂൾ തുറക്കാനൊക്കെ ആയി. അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഇതുപോലെ പൗച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാനും പറ്റും. അപ്പോൾ അതായത് ഇതിൻ്റെ സ്പേസ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസും ഒക്കെ ഉള്ളതാണ് കേട്ടോ. നമുക്ക് കുറച്ച് നീളത്തിനുള്ള സ്കെയിൽ അതുപോലെ തന്നെ കടലാസ് പെൻസിലും ഒക്കെ നമുക്ക് അതിൽ കൊള്ളിക്കാൻ കഴിയും. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇടാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിന് 2 തുണിയാണ് ആവശ്യമുള്ളത്. ഈ 2 തുണിയുടെയും ലെങ്ത്ത് വരുന്നത് നമുക്ക് 11 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. പിന്നെ നമുക്കതിൻ്റെ വീതി വരുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് വീതിയും 11 ഇഞ്ച് ലെങ്ത്തുള്ള 2 തുണിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ക്യാൻവാസാണ്. അപ്പോൾ ക്യാൻവാസ് കട്ടിയുള്ള ക്യാൻവാസും ഉണ്ട്, കനം കുറഞ്ഞ ക്യാൻവാസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കട്ടിയുള്ള ക്യാൻവാസാണ്. ഇതിൻ്റെ വീതിയും 10 ഇഞ്ച്, ഇതിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ച്. അപ്പോൾ ഞാൻ കറക്റ്റാക്കിയിട്ട് ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ തുണി കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ക്യാൻവാസിൻ്റെ ഈ ഒരു മെയ്ഗ് പോലെ ഉള്ള പശ പോലെയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഒരു തുണിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മളൊന്ന് നല്ലോണം അയൺ ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിതാ ഇത് നല്ലോണം അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പീസ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 4 വശവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ 4 വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ തുമ്പ് വശത്തൊക്കെ അധികം തുണി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്യാൻവാസിൻ്റെ നീളം വീതിയുള്ള ഭാഗം ഉണ്ടല്ലോ, വീതിയുള്ള ഭാഗത്ത് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ വീതിയുടെ ഭാഗം, നീളത്തിൻ്റെ ഭാഗമല്ല വീതിയുടെ ഭാഗം 1/4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. ഇത് നമ്മൾ സിബുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സിബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സിബിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ് എൻ്റെ സിബിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ലെങ്ത്ത് വേണ്ട, എൻ്റെ കയ്യിലുള്ള സിബ് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 12 ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള സിബ് മതി. അപ്പോൾ നമ്മൾ സിബ് ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിലാക്കിയിട്ട് ഇതിങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. കണ്ടില്ല, സിബിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ പൗച്ചിൻ്റെ നല്ല വശവും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ സിബിൻ്റെ റണ്ണർ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് അല്പം വിട്ടിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ സിബിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് തയ്ക്കണത്. അപ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് തയ്ച്ചല്ലോ, ആ തയ്ച്ചത് ഉള്ളിലേക്ക് ആക്കിയിട്ട് നല്ല വശം പുറമേക്ക് ആക്കിയിട്ടാണ് നമ്മൾ തയ്ക്കണത്. ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡ് നമ്മൾ തയ്ച്ചു. ഇനി നമ്മൾ അങ്ങേ സൈഡ് നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ അങ്ങേ സൈഡ് ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിബ് ഒന്ന് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് സിബ് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതും അതുപോലെ തന്നെ തയ്ക്കട്ടോ. അപ്പോൾ സിബിൻ്റെ റണ്ണർ ഉണ്ടല്ലോ അതിൽ നിന്ന് അല്പം കുറച്ച് വിട്ടിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 വശത്തും ഞാൻ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ കുഞ്ഞുങ്ങളെ കയ്യിൽ കിട്ടിയ അവരത് തുന്നൊക്കെ വേഗം പെട്ടെന്ന് പൊട്ടിച്ച് കളയപ്പോൾ അതിന് 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉറപ്പിൽ കിടക്കാൻ വേണ്ടിയിട്ട് തന്നെ. എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യാം. കണ്ടില്ല, അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. നല്ല വശം കണ്ടില്ല പുറമൊക്കെ ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കവർ ചെയ്ത് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക.
അപ്പോൾ നമ്മളെ ചീത്ത വശം ഉള്ളിലായിട്ടാണ്, നല്ല വശം ഇങ്ങനെയാണ്. ഇനി നമുക്ക് സിബ്ബ് തുറന്നിട്ട് ഈ ചീത്ത വശം പുറമേക്കാക്കി എടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സിബ്ബ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ സിബ്ബ് വരത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് തയ്യലൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളിത് കറക്റ്റായിട്ട് വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പൗച്ച് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് തയ്യലൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ സിബിൻ്റെ ലെങ്ത്ത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കവിടെ ചിലപ്പോൾ അത് സിബ് ഇങ്ങനെ തുറക്കുമ്പോൾ അത് വിട്ടു പോരാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ സിബിൻ്റെ അവിടെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സിബിൻ്റെ അറ്റൊന്ന് വെട്ടിക്കളയാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിതാ ഈ സിബ് ഒരല്പം തുറന്ന് വെച്ചിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചീത്ത വശത്താക്കിയിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റിച്ച് എടുത്തു. ഇനി നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തും നമുക്കൊരു 1/2 ഇഞ്ചിൽ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടറ്റവും ഞാൻ 1/2 ഇഞ്ച് വീതം തയ്ച്ചിട്ട് ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തയ്ച്ച ഈ ഭാഗത്ത് നിന്നും തയ്യലുണ്ടല്ലോ, ഈ തയ്യലിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ നിന്നും 1 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചതുരാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് തയ്യൽ വരുന്നത്. തയ്യലിൻ്റെ ഇപ്പുറം 1 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചതുരാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഈ മൂലയിലും ഇങ്ങനെ ചെയ്തെടുക്കുക. ഇവിടെയും 1 ഇഞ്ച് വീതിയും 1 ഇഞ്ചിൽ നീളത്തിനും ആയിട്ട് ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു മൂലയിലും ഇതുപോലെ വരച്ചെടുത്തു. ഇനി ഈ ഒരു മൂലയിലും ഇതുപോലെ തന്നെ 1 ഇഞ്ച്. അപ്പോൾ 4 വശത്തും ഒരേ കറക്റ്റ് അളവിൽ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. നമ്മളെ കട്ടിങ് പാളി പോകാത്ത രീതിയിൽ കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്യുക. ഇല്ല, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ തുണി എടുത്ത് ക്യാൻവാസൊക്കെ എടുത്തിട്ട് ഇതേപോലെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ അവിടെ ഒറ്റ സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ. ഒരു സ്റ്റിച്ചും കൂടി ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഓവർലോക്ക് ചെയ്യുമല്ലോ, മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ ഈ മെഷീൻ വെച്ചിട്ട് തന്നെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മളെ തുണിയുടെ തുണി പിന്നി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നല്ല തുണി തന്നെയാണ്, കോട്ടനാണ്. പിന്നി പോരാൻ സാധ്യത ഒന്നുമില്ല. എന്നാലും ഞാനൊന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ലോക്ക് ചെയ്യേണ്ടവർക്ക് ലോക്ക് ചെയ്യാം. ഞാനൊന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സാധാരണ മെഷീനിൽ ലോക്ക് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ സിബ് ഇതേപോലെ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകുക. എന്നിട്ട് നമ്മളിവിടെ ഈ 1 ഇഞ്ച് വീതം കട്ട് ചെയ്തല്ലോ, അത് നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ ഒന്ന് നിവർത്തി വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടില്ലേ, ഒന്ന് വിരലിട്ടിട്ട് ഇതേപോലെ ഒന്ന് നേരെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ 1/4 ഇഞ്ചിലോ അല്ലെങ്കിൽ 1/2 ഇഞ്ചിലോ ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചാൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 1/4 ഇഞ്ചിലാണ് തയ്ക്കണത്. ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് 1/4 ഇഞ്ചിൽ നമുക്കൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് തയ്ക്കുമ്പോൾ ഇതിൽ ക്യാൻവാസ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ബലം കൂടുതലാകുമ്പോൾ കുറച്ച് പ്രയാസമാണ് നമുക്കിവിടെ തയ്ക്കാൻ. അപ്പോൾ കറക്റ്റാക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ചിലൊന്ന് തയ്ച്ചെടുക്കുക. 2 സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങേ മൂലയിലും ഇതേപോലെ തന്നെ ചെയ്യാം. നമ്മൾ വിരൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നിവർത്തിയിട്ട് ഇതേപോലെ ഒന്ന് 1/4 ഇഞ്ചിലൊന്ന് തയ്ച്ച് പോരുക. 2 സ്റ്റിച്ച് കൊടുക്കുക. ഞാൻ 2 സ്റ്റിച്ച് കൊടുക്കാൻ കാരണം ഒന്ന് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നൂലൊന്നും വിട്ടു പോരാതെ
അതിൻ്റെ തുന്നൊന്ന് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കുട്ടികളല്ലേ, കുട്ടികൾക്ക് അവർക്ക് അത്ര വലിയ ശ്രദ്ധയോ കരുതലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട്, ഒന്ന് ലോക്ക് ചെയ്തെടുക്കണമുണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഈ ഒരു മൂലയുടെ ഈ ഒരു ഭാഗം ഇതേപോലെ വെച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കൊരു 10 മിനിറ്റിൻ്റെ കേസുള്ളൂ കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പൗച്ച് റെഡിയാക്കി എടുക്കാൻ കഴിയും. 10 മിനിറ്റും വേണ്ട, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. കുറച്ച് സ്പീഡ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളെ പൗച്ച് ഇവിടെ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നൂലൊക്കെ പൊങ്ങി കിടക്കണം, അധികമല്ല നൂലൊക്കെ നമ്മൾ ഇപ്പം തന്നെ ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. കാരണം അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വെട്ടി എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമ്മൾ സിബ് ഇതുപോലെ ഒന്ന് തുറന്ന് കൊടുക്കുക. ഇതേപോലെ തുറന്ന് കൊടുത്തിട്ട് നല്ല വശം പുറമൊക്കെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, മൂല ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റാക്കിയിട്ട് ഒരു വിരൽ വെച്ച് ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക. കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് പൗച്ച് ഉണ്ടാക്കാൻ. കണ്ടില്ലേ, നല്ലൊരു പൗച്ച് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കൊക്കെ പൗച്ച് ഉണ്ടാക്കി കൊടുക്കുക. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ പൗച്ച് ആകെ ഒരു സ്റ്റിച്ചൊക്കെ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് വിട്ടു പോരും. അപ്പോൾ എൻ്റെ മോൾക്ക് കഴിഞ്ഞ വർഷം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. അതൊക്കെ പെട്ടെന്ന് അതിൻ്റെ സ്റ്റിച്ചൊക്കെ അഴിഞ്ഞ് പോകുന്നുണ്ട്, സ്റ്റിച്ചൊക്കെ അഴിഞ്ഞ് പോന്നിട്ട് സിബൊക്കെ അതിന്മേന്ന് പോന്നു. അപ്പോൾ ഞാൻ ഈ വർഷം ഞാൻ തന്നെ പൗച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് 2 മക്കളാണ്, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് 2 പൗച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പൗച്ചൊക്കെ ഒന്ന് ഉണ്ടാക്കി നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരുപാട് സ്പേസ് ഉണ്ട്, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ കൊള്ളും. സ്പേസിലൊരു പൗച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ആ ബെല്ലൈക്കണിനെ എനേബിൾ ചെയ്ത് വെക്കട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.